ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് രാവിലെ തന്നെ ധനിബേബി എണീച്ചിട്ട് കേട്ടോ ഞങ്ങളുടെ കൂടെ വരാൻ നിൽക്കുന്നുണ്ട് കേട്ടോ. വേറെ എങ്ങോട്ടും അല്ല, രാജേട്ടൻ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ജയശേട്ടൻ ചെറിയ അമ്മായിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിരിക്കുകയായിരുന്നു. രാവിലെ തന്നെ ചെറിയ അമ്മായിനെ പൂച്ചയൊന്ന് മാന്തി കേട്ടോ. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടൊക്കെ അപ്പോൾ ഇനി വെച്ചിരിക്കാൻ പറ്റില്ല. അപ്പോൾ ബ്ലഡ് എന്തായാലും വന്നു. അപ്പോൾ ഇനി എന്തായാലും പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ രാജേട്ടൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി രാവിലെ തന്നെ കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്ന് കയറിയുള്ളൂ രാജേഷേട്ടൻ. അപ്പോഴാണ് ഈ ഡ്രസ്സുകൾ 2-3-4-5 ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അലക്കം വെള്ളമില്ലാണ്ട് ഞങ്ങൾ ആകെ കുടുങ്ങിയിരിക്കുകയായിരുന്നു. അപ്പോൾ 2 ദിവസമൊക്കെ വെയിറ്റ് ചെയ്തു കേട്ടോ. 2 ദിവസം കഴിഞ്ഞപ്പോഴും പണിയാവുമെന്ന് വിചാരിച്ചപ്പോൾ പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല, നേരെ പുഴയ്ക്ക് പോന്നു കേട്ടോ. പുഴയ്ക്ക് പോകാനാണെങ്കിൽ ഏട്ടനാണെങ്കിൽ ഓട്ടം ഉള്ളതുകൊണ്ട് പിന്നെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും കേട്ടോ. വേഗം വരാനൊന്നും വരും വേണ്ടേ, ആരെങ്കിലും ഓട്ടം വിളിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വരണ്ടേ എന്നൊക്കെ വിചാരിച്ചിട്ടേ ധനിബേബി ഞങ്ങളുടെ കൂടെ വരാനൊക്കെ കുറച്ച് വാശി പിടിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ അവളെ ഞങ്ങൾ വരുന്നതിന് മുന്നേ തന്നെ അമ്മായി അപ്പുറത്തേക്ക് എടുത്തുകൊണ്ട് പോവുകയൊക്കെ ചെയ്തു ചെറിയമ്മായി. അതുകൊണ്ട് അവൾ വാശി പിടിച്ചുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് അവിടെ മുമ്പിൽ നിന്ന് വരാനും പറ്റില്ല. പിന്നെ അവളുടെ ഇതൊക്കെ കരച്ചിലൊക്കെ നിന്നിട്ടാണ് പിന്നെ ഞങ്ങൾ വന്നത് കേട്ടോ. അപ്പോൾ കുറച്ചധികം ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു അലക്കാൻ. അപ്പോൾ ഇനി ഞാനും കുറച്ച് അലക്കി, രാജേട്ടനും അലക്കി. പിന്നെ ഞാനെന്തായാലും കുളിക്കാനൊന്നും നിന്നില്ല കേട്ടോ. ഇനി അവൾ ചെന്നിട്ട് വേണം ഞങ്ങളൊരു 9 മണിയൊക്കെ ആവാനായപ്പോഴത്തേനാണ് കേട്ടോ വന്നത്. അപ്പോൾ പിന്നെ ചെന്നിട്ട് വേണം ഇനി അവളെ കുളിപ്പിക്കണം, അവൾക്ക് ഭക്ഷണം കൊടുക്കണം, അവളെ കിടത്തി ഉറക്കമൊക്കെ വേണം കേട്ടോ. ചിലപ്പോൾ വാശി പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് അലക്കിയെടുത്ത്. പിന്നെ ഏട്ടൻ പിന്നെ അലക്കൽ കഴിഞ്ഞപ്പോൾ കുട്ടിയുടെ ഏട്ടൻ്റെ ഡ്രസ്സൊക്കെ ഏട്ടൻ തന്നെ കേട്ടോ വാഷ് ചെയ്തതൊക്കെ അലക്കിയതൊക്കെ. അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് അലക്കി കഴിഞ്ഞു. പിന്നെ ബാക്കിയുള്ള തുണികളൊക്കെ പുതപ്പ്, വിരിപ്പ്, അമ്മയുടെ ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം പിന്നെ ഞാൻ തന്നെ അലക്കി സോപ്പ് പൊടിയിലിട്ട് വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ എൻ്റെ ഡ്രസ്സുകളും ഒരു 3 ദിവസത്തെ ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വാഷ് ചെയ്യാൻ. കാരണം ഇത്രയും എന്താ പറയുക, വെള്ളം വരുമെന്ന് ഞങ്ങൾ ഇന്ന് ഒരു ദിവസം വന്നില്ലെങ്കിലും പിറ്റേ ദിവസമെങ്കിലും വരേണ്ടതാണല്ലോ വെള്ളം. അപ്പം അങ്ങനെ വിചാരിച്ച് അങ്ങനെ വെയിറ്റ് ചെയ്ത് പിന്നെ നമുക്കൊന്ന് പെട്ടെന്ന് വരികയെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ രാജേട്ടൻ്റെ ഒഴിവ് നോക്കിയിട്ട് വേണം പുഴയ്ക്ക് വരാനൊക്കെ. അപ്പോൾ ഏട്ടന് ആദ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനി പോകുമായിരുന്നു. അപ്പോൾ പിന്നെ ഏട്ടന് വൈകിട്ട് കുറച്ച് നേരത്തെ വന്നാൽ അലക്കാലോ എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. പിന്നെ അതിനും പറ്റിയില്ല. അങ്ങനെ രാജേട്ടനും ഞാനും അലക്കലൊക്കെ കഴിഞ്ഞ് ഏട്ടൻ കുളിച്ചു കേട്ടോ. പുഴയിൽ തന്നെ കുളിച്ചു. ഏട്ടൻ ഷർട്ടൊന്നും ഇട്ടിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് മടിച്ചിട്ട് കേട്ടോ, ഇതിൻ്റെ വീഡിയോ എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വരികയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അലക്കലൊക്കെ കഴിഞ്ഞത് നേരെ തിരിച്ചു പോന്നു. പിന്നെ വന്ന് ധനിബേബിനെ കുളിപ്പിച്ച് അവൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് അവളെ കിടത്തി ഉറക്കി. എന്നിട്ടാട്ടോ ബാക്കിയുള്ള തോരയിടാനൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പിന്നെ രാജേട്ടൻ കുറച്ചൊക്കെ അലക്കിയത് തോരയിട്ടിട്ടാണ് പോയത്. അപ്പം ഇനി പുതപ്പൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് പിഴിഞ്ഞ് ഇടണം കേട്ടോ. അപ്പം അങ്ങനെ കുട്ടിക്ക് കഴിക്കാനൊക്കെ കൊടുത്ത് അവളെ ഉറക്കി കിടത്തിയതിന് ശേഷം അവൾക്ക് കഴിക്കാൻ കൊടുത്ത പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കുകയാണ്. ആ സമയത്താണ് കേട്ടോ വലിയമ്മായിയുടെ കൂട്ടുകാരി വന്നത്. അപ്പം അങ്ങനെ ആ അമ്മ അവിടെ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ അവരവിടെ കൂട്ടം കൂടി ഇരിക്കുന്ന സമയത്ത് പിന്നെ ഞാൻ കുറച്ചും കൂടി പാത്രങ്ങൾ വേറെ ഉണ്ടായിരുന്നു കേട്ടോ കഴുകാൻ. അപ്പോൾ ആ പാത്രങ്ങളും കൂടി കൊണ്ടുവന്നിട്ട് കഴുകി വെക്കണം. പിന്നെ പാല് വാങ്ങുന്ന കുപ്പി ഉണ്ടായിരുന്നു. അപ്പോൾ പാലെടുത്തിട്ട് അങ്ങനെ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ രാവിലെ. പിന്നെ ആ കുപ്പിയൊക്കെ ഒന്ന് കഴുകി വെക്കണം. അതൊക്കെ കഴുകി വെച്ചിട്ട് വേണം ഇനി ബാക്കി കുറച്ചും കൂടി തുണികൾ തോരയിടാനുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇനി അതൊക്കെ ഒന്ന് തോരയിടണം. കുറച്ച് തുണിയൊക്കെ ഏട്ടൻ തന്നെ തോരയിട്ട്. അപ്പോൾ എനിക്ക് വിശക്കാൻ തുടങ്ങിയായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ ആ തുണിയൊക്കെ തോരയിട്ട് വന്ന് പിന്നെ അമ്മായി അപ്പോഴത്തേന് കറിയൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറൊന്നുമല്ല, ചേമ്പും കറിയൊക്കെ ആയിരുന്നു കേട്ടോ. ചേമ്പ് കറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതും കൂട്ടി ഞാൻ കുറച്ച് ചോറൊക്കെ കൊണ്ടു. വിശന്നിട്ട് വയറ് കളയാൻ അത്രയും നേരത്തെ പോയതല്ലേ. പിന്നെ പിന്നെ ഒരു ഗ്ലാസ് ചായ കുടിക്കാനോ ഒന്നിനും സമയം കിട്ടിയില്ല. കുട്ടിക്ക് വിശന്നിരിക്കല്ലേ പറഞ്ഞിട്ട് പിന്നെ വേഗം അവളെ വെള്ളം ചൂടാക്കിയിട്ട് വേഗം കുളിപ്പിച്ച് ഭക്ഷണം കൊടുത്തിട്ട് അങ്ങനെ കിടത്തി ഉറക്കിട്ടോ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കിയുള്ള പരിപാടികളൊക്കെ നോക്കിയത്. ഇനി കഞ്ഞി കുടിച്ചിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ കേട്ടോ. അമ്മായി ചോറൊക്കെ അടുപ്പത്തിട്ടുണ്ട്, ചോറൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വരുമ്പോഴത്തിനൊക്കെ കറി പിന്നെ സാധാ കറി ഞങ്ങൾ കൂട്ടും. പിന്നെ ഇനി അവർക്ക് എന്തെങ്കിലും വേണമെങ്കിൽ വെക്കണമെന്നുണ്ടെങ്കിൽ അമ്മായി വേറെ വെക്കാറാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഒരു കറി ഉണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂട്ടും. അപ്പോൾ ഇനി പ്രത്യേകിച്ച് വേറെ എന്തെങ്കിലും കറി വെക്കാനെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ആയതിന് ശേഷം വലിയമ്മായി പിന്നെ ബാക്കി ചെയ്യാറുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു. പിന്നെ അങ്ങനെ കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് അപ്പോൾ ആ സമയത്താണ് കേട്ടോ ചായ വെക്കാൻ നോക്കുമ്പോൾ ഗ്യാസ് തീർന്നിരിക്കുന്നു കേട്ടോ. അപ്പോൾ പിന്നെ വേഗം വന്നു. അങ്ങനെ വന്നിട്ട് ചായ വെക്കാൻ അടുപ്പത്ത് വെക്കാൻ ഒരു ചെമ്പൊക്കെ തിരഞ്ഞ് പിടിച്ച്
അത് വന്ന് കഴുകി വൃത്തിയാക്കി ഇതാ ചായക്ക് വെള്ളം എടുക്കുകയാണ് കേട്ടോ. ചായക്ക് ആദ്യം ചായ വെച്ചില്ല, ആദ്യം കാപ്പി കേട്ടോ വെച്ചത്. വലിയമ്മയ്ക്കും അമ്മയ്ക്കും ഒക്കെ ഉള്ള കാപ്പി അടുപ്പത്ത് വെച്ചു. അപ്പോൾ ഇനി തീ പിടിപ്പിക്കണം ഇനി. അപ്പോൾ സിസറിലാകുമ്പോൾ അതൊന്നും ഇവിടെ താഴെയൊന്നും വെക്കാൻ പറ്റില്ല. കുഞ്ഞാറ്റ ദിയനെ വന്നിട്ട് അവളിങ്ങോട്ട് ഇറങ്ങി വരുമല്ലോ, വന്ന് ഇതെല്ലാം എടുക്കും. അപ്പോൾ എല്ലാം എവിടെയെങ്കിലും അമ്മായി വേഗം ആരും അവൾക്ക് എത്താത്തടത്തൊക്കെ കാണാത്തടത്തൊക്കെ വെക്കാറാണ് കേട്ടോ. പിന്നെ അത് കുറച്ച് നേരം തിരഞ്ഞ് നടന്നു. പിന്നെ അങ്ങനെ ഇതാ സിസലാമ്പൊക്കെ കിട്ടി. അതുകൊണ്ട് തീ പിടിപ്പിച്ച് ഇനി കാപ്പി വെക്കണം. ഇനി കാപ്പി ഇനി അകത്തായതുകൊണ്ടേ ഇനി പഞ്ചസാര പാത്രം, കാപ്പിപ്പൊടി പാത്രം, അങ്ങനെ ചായപ്പൊടി. ഇനി ഞങ്ങൾക്ക് കുറച്ച് രാവിലെ പാൽ കൊണ്ടുവരുമ്പോൾ കുറച്ച് പാൽ മാറ്റി വയ്ക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ചായ വയ്ക്കാറ്, എനിക്കും കുഞ്ഞാറ്റയ്ക്കും കൂടി ഉള്ളത് കേട്ടോ. അങ്ങനെ ഇതാ ചായപ്പൊടിയും കാപ്പിപ്പൊടിയും പഞ്ചസാരപ്പാത്രം അങ്ങനെ എടുത്തിട്ട് വരികയാണ്. ഇനിയിപ്പോൾ അത് എടുത്തിട്ട് വന്നാൽ പോരാ, ഇനി ഓരോരുത്തർക്കുള്ള പാത്രത്തിലാക്കി വെക്കണം. അപ്പോൾ ഇനി പാത്രങ്ങൾ എടുത്തിട്ട് വരട്ടെ കേട്ടോ. പാത്രങ്ങൾ ഇനി ഓരോരുത്തർക്ക് ഓരോ തൂക്ക്, ഒരാൾക്കൊരു മുന്ത, ഒരാൾക്കൊരു ഡബറ, അങ്ങനെയൊക്കെ ആയിട്ട് ഓരോരുത്തർക്കുള്ള ഭാഗം ഒക്കെ ഊരി വെച്ച് കൊടുക്കണം. അപ്പം അങ്ങനെ ഇതാ ഇനി കപ്പ് എടുത്തിട്ട് ഇനി അതൊന്ന് ആറ്റി വൃത്തിയാക്കി കൊടുക്കണം. അങ്ങനെ ഇതാ കാപ്പിയായി. അത് കഴിഞ്ഞപ്പോഴത്തേന് ഇതാ കുഞ്ഞാറ്റ എണീറ്റ് വന്നു. ഇതാ പുറത്തു കൂടെ നടക്കാൻ തുടങ്ങിയിട്ടോ. കാല് മുട്ടൊക്കെ കൊണ്ടിട്ടൊക്കെ ആകെ മുറിവായിരിക്കുന്നു കേട്ടോ. ഒരു സൈഡിൽ അങ്ങനെ നല്ല മുറിവായി. പിന്നെ ഇന്നലെ വീണിട്ടും തന്നെ കേട്ടോ ആൾക്ക് ആകെ മൂക്കത്തൊക്കെ ഭയങ്കര വലിയൊരു ചിരവി പൊളിഞ്ഞ് ബ്ലഡൊക്കെ വന്നു കേട്ടോ. അതിൻ്റെ നിറച്ച് മുറിയപ്പോൾ ദേഹത്ത് ആളിങ്ങനെ മുറ്റത്ത് കൂടെ നടക്കാൻ തുടങ്ങി. അടുത്തുനിന്ന് നല്ല ചിരക്കല്ലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഈ വെട്ടുകല്ലിൻ്റെ ഇങ്ങനെ നല്ല പരുക്കനായിട്ടുള്ള കല്ലുകളാണ് കേട്ടോ. അപ്പോൾ അത് തട്ടിത്തടഞ്ഞ് വീണിട്ടൊക്കെ. അപ്പോൾ അങ്ങനെ ഇതാ വലിയ ഒരു ചെരുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വീണാലും ഇനി മുട്ട് തട്ടില്ലോ, കാല് മുട്ട് തട്ടില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് കേട്ടോ. ചെറിയ അവൾക്കുള്ള കെട്ടുന്ന ചെരുപ്പ് ഇടുമ്പോൾ അവൾക്കത് ഊരിപ്പോവുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ അവളവിടെ മുറ്റത്ത് കളിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കുള്ള കാപ്പിയായി. പിന്നെ എനിക്കും ധോനി ബേബിക്കുള്ള കുറച്ച് ചായയും വെച്ചു. ചായ ആറ്റിയും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്നിപ്പോൾ പ്രത്യേകിച്ച് കടിയൊന്നുമില്ല. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചായക്കടി ബേക്കറി എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണതാട്ടോ. ഇന്നൊന്നുമില്ല. അപ്പോൾ ഇന്നിപ്പോൾ വെറും കാലിച്ചായേ ഉള്ളൂ എന്നൊക്കെ പറയില്ലേ പണ്ടത്തെ ആൾക്കാർ. അപ്പം ഇന്ന് വെറും ചായയേ ഉള്ളൂ കേട്ടോ. അതിന് ചായ ആറ്റിയും കൊണ്ടിരിക്കുക. പിന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമുക്കൊക്കെ ഫോളോവേഴ്സൊക്കെ പറ്റ കുറവാണ് കേട്ടോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അങ്ങനെ ചായയൊക്കെ ആയി. ഇനി ചായ കുടിക്കണം. പിന്നെ ധോനി ബേബീനെ ഇനി ഒന്ന് മേല് കഴിച്ച് ഒന്നും കൂടി അവൾ ഉച്ചയ്ക്ക് ഒരു 1 മണി 2 മണിയൊക്കെ സമയത്ത് എണീറ്റു കേട്ടോ. ഇനി എന്തായാലും ഒരു 4:30 5 മണിയൊക്കെ ആകുമ്പോഴത്തേനും അവളൊന്നും കൂടി അത്രയും നേരം ഓടിച്ചാടി കളിച്ചതല്ലേ എന്ന് വിചാരിച്ചിട്ടേ ചിലപ്പോഴത്തേനും ഒന്ന് ഉറങ്ങും കേട്ടോ. എപ്പോഴും ഈ വെയിലിൻ്റെ ആവിയൊക്കെ കാരണം ഉച്ച കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് ഉറങ്ങും. അപ്പോൾ ഒന്ന് മേല് കുളിപ്പിച്ചിട്ട് ഇനി ഒന്ന് കിടത്തി ഉറക്കണം. ഈ കാപ്പിയും ഞങ്ങളെല്ലാവരും ചായയൊക്കെ കുടിച്ചതിന് ശേഷമുള്ളൂ. പിന്നെ വലിയമ്മായി വന്നപ്പോൾ വലിയമ്മായിയുടെ പുറകെ നടക്കും അവൾ. വലിയമ്മായിയാണെങ്കിൽ അവളുടെ താളത്തിനൊത്ത് ഇങ്ങനെ കളിക്കാൻ നിൽക്കും. ഇപ്പോൾ ഇതാ ഒരു ചെമ്പരത്തിയുടെ പൂവും കൊടുത്തിട്ട് ഇതാ ആ വടിയിലും കുത്തി ഇതാക്കി കൊടുത്തിട്ടാണ് ഇതാണ്ടോ അമ്മായി എങ്ങടാ പോകണം അതിൻ്റെ പുറകെ അവളും പോവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു.